പ്രേംലാലേ, നമ്മുടെ ഇന്ത്യൻ 2020 ടീമിൻ്റെ ക്യാപ്റ്റനായി സഞ്ജു വി സാംസൺ ആയേക്കും എന്ന വാർത്തകൾ കേൾക്കുന്നു. ശരിയാണോ അത്? ശരിയാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു, ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുന്നു. സഞ്ജുവിനെ സംബന്ധിച്ച് അതിനുള്ള അർഹതയുണ്ട്. പക്ഷേ നമ്മൾ മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ, ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളവാകും എന്ന് പറഞ്ഞ പോലെ അക്ഷരാർത്ഥത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. കാരണം നിലവിൽ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവാണ്. അദ്ദേഹം ഫോമിൻ്റെ 7 അയലത്തില്ല നിലവിൽ. അപ്പോൾ ഒരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ മുന്നിൽ നിന്ന് നയിക്കുന്നവൻ എന്നാണല്ലോ. പക്ഷേ സൂര്യകുമാർ യാദവ് നിലവിൽ ഇപ്പോൾ ടീമിന് ബാധ്യതയായി മാറിയിരിക്കുന്ന ഒരവസ്ഥയാണ്. കഴിഞ്ഞ തവണ ലോകകപ്പ് ഇന്ത്യൻ ടീം നേടി. പക്ഷേ സൂര്യകുമാർ യാദവിൻ്റെ അതിലെ കോൺട്രിബ്യൂഷൻ തുലോം തുച്ഛമാണ്. പ്രാഥമിക റൗണ്ടിൽ അമേരിക്കയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ ഒരു 80+ സ്കോർ നേടി എന്നുള്ളത് നമ്മൾ മറക്കുന്നില്ല. പക്ഷേ അത് അടക്കം ചേർത്ത് സൂര്യകുമാർ യാദവ് ആ ലോകകപ്പിൽ നേടിയത് കഷ്ടിച്ച് 200-നടുത്ത് റൺസാണ്. 7 ഇന്നിങ്സിൽ നിന്ന് 200-നടുത്ത റൺസ്. ഫൈനലിലെ അവസാനത്തെ ഫൈനൽ മത്സരത്തിലും തുച്ഛമായ സ്കോറിന് പുറത്താവുകയും ചെയ്തു. അതുമാത്രമല്ല, അപ്പോൾ നമ്മൾ കരുതും അത് സൂര്യകുമാർ യാദവിനെ പോലൊരു കളിക്കാരൻ ഏത് നിമിഷവും തിരിച്ചു വരുമെന്ന്. പക്ഷേ അതിനുശേഷം നടന്ന IPL ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. IPL മത്സരങ്ങളിൽ ഇതുവരെ ഏതാണ്ട് 10 ഇന്നിങ്സ് കളിച്ചിട്ട് 200 റൺസ് തികഞ്ഞിട്ടില്ല. 10 ഇന്നിങ്സ് കളിച്ചിട്ട് 200 റൺസ് തികഞ്ഞിട്ടില്ല. പക്ഷേ അടിസ്ഥാനപരമായി അദ്ദേഹം നല്ലൊരു ബാറ്റ്സ്മാൻ അല്ലേ, നല്ലൊരു ബാറ്റർ അല്ലേ? അതെ, നല്ല കഴിവുള്ള ബാറ്ററൊക്കെ തന്നെയാണ്. 360 ഡിഗ്രി കളിക്കുന്ന കളിക്കാരനൊക്കെ തന്നെയാണ്. ഒറ്റയ്ക്കൊരു ടീമിനെ ജയിപ്പിക്കാനൊക്കെ കെൽപ്പുള്ള കളിക്കാരനൊക്കെ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് അറിയാമല്ലോ, ഇപ്പോൾ 35 വയസ്സ് പിന്നിട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ക്രിക്കറ്ററുടെ റിഫ്ലക്സിനൊക്കെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു സമയമാണ്. അതിനേക്കാൾ മറികടക്കുന്ന പ്രതിഭാ ധാരാളിത്തമുള്ളവർക്ക് മാത്രമേ ഈ പ്രായം കഴിയുമ്പോഴും ആ ഒരു മികവിൽ നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലെയോ വിരാട് കോഹ്ലിയെ പോലെയുള്ള പ്രതിഭകളെ നമ്മൾ മറക്കുന്നില്ല, ജെയിംസ് ആൻഡേഴ്സനെ പോലുള്ള പ്രതിഭകളെ നമ്മൾ മറക്കുന്നില്ല. പക്ഷേ ആ മികവ് സൂര്യകുമാർ യാദവിനുണ്ട് എന്ന് നമുക്ക് ശഠിക്കാനും പറ്റില്ല. ഏതായാലും നിലവിൽ സൂര്യകുമാർ യാദവിൻ്റെ ഫോമിനെ കുറിച്ച് ഇന്ത്യൻ സെലക്ടർമാർക്ക് വലിയ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പകരക്കാരനെ തപ്പേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിലവിൽ ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന സീനിയർ മോസ്റ്റ് എന്ന് പറയുന്ന സഞ്ജു സാംസൺ തന്നെയാണ്. ഈ ലോകകപ്പ് ടീമിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഹർദിക് പാണ്ഡ്യയെക്കുറിച്ച് ടീമിന് വലിയ മതിപ്പൊന്നുമില്ല, നേരത്തെ ക്യാപ്റ്റനാക്കിയിട്ട് ഒഴിവാക്കിയതാണ്. അപ്പോൾ പിന്നെ അടുത്ത ചോയ്സ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സഞ്ജു ആണ്. ശുഭ്മാൻ ഗില്ലിനെ ബുംറയെ ക്യാപ്റ്റൻ ആക്കിയാലുള്ള കുഴപ്പം, അദ്ദേഹം ഒരു സീരീസിൽ നയിക്കാനായിട്ട് ചുമതലപ്പെടുത്തിയാൽ ആ സീരീസിൽ മുഴുവൻ മത്സരങ്ങളിൽ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുമെന്ന് ഉറപ്പൊന്നുമില്ല. പരിക്ക് ഒരു പ്രശ്നമാണ്, ഫിറ്റ്നസ് ഒരു പ്രശ്നമാണ്. ശുഭ്മാൻ ഗില്ലിനെ 3 ഫോർമാറ്റിൻ്റെ ക്യാപ്റ്റനാക്കാൻ ഒരു പരീക്ഷണം നടത്തി. പക്ഷേ അത് പരാജയമായിരുന്നു. പിന്നീട് ഈ ലോകകപ്പിൽ പോയപ്പോൾ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് അക്സർ പട്ടേലിനെയാണ് നിയോഗിച്ചത്. അക്സർ പട്ടേലിനെ പക്ഷേ എല്ലാ മത്സരങ്ങളിലും ഇറക്കിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ ആ രീതിയിലും പരാജയം. അപ്പോൾ എന്തൊക്കെ നോക്കിയാലും ഒരു സമ്പൂർണ്ണ ക്യാപ്റ്റനെ കണ്ടെത്തേണ്ടത് അനിവാര്യതയാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് സഞ്ജു വി സാംസൺ ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നത്. ലോകകപ്പിൽ നമുക്കറിയാം, നിർണായകമായ 3 മത്സരങ്ങളിൽ അദ്ദേഹത്തിന് അവസരം നിഷേധിക്കപ്പെട്ടിട്ട് നിർണായകമായ 3 മത്സരങ്ങളിൽ അർദ്ധ സെഞ്ചുറികൾ നേടി ലോകകപ്പ് കിരീടം നേടിക്കൊടുത്ത കളിക്കാരൻ. അതിനുശേഷം IPL ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായിട്ടുള്ള ആദ്യ സീസണിൽ തന്നെ 2 സെഞ്ചുറികൾ ഇതിനോടകം നേടിക്കഴിഞ്ഞു. മൊത്തം ഇതുവരെ 10 ഇന്നിങ്സിൽ 400-ലധികം റൺസ് നേടിക്കഴിഞ്ഞു. ചെന്നൈ സൂപ്പർ കിങ്സ് ഈ സീസണിലാകെ 5 മത്സരങ്ങളാണ് ജയിച്ചിട്ടുള്ളത്. അതിൽ 4 സഞ്ജുവിൻ്റെ ക്രെഡിറ്റിലാണ് എന്നുള്ളത്. ഒരു കാര്യം കൂടെ നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. അതായത് സഞ്ജു വി സാംസന്റെ പ്രത്യേകത, ഇപ്പം ചെന്നൈയുടെ കാര്യം പ്രേം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചെന്നൈയുടെ ക്യാപ്റ്റനായിരുന്ന ധോണി എങ്ങനെയായിരുന്നു, അതായത് അദ്ദേഹം രാജസ്ഥാനിൽ ക്യാപ്റ്റനായിരുന്നത് പ്രേമിന് ഓർമ്മയുണ്ട്. അദ്ദേഹം ഈ വിക്കറ്റിന് പിറകിൽ നിൽക്കുമ്പോൾ ഒരു വിക്കറ്റ് കീപ്പർ, അതായത് ധോണി എങ്ങനെയാണോ, അതായത് വളരെ സമ്മർദ്ദ ഘട്ടങ്ങളിൽ, അത് ഡെഡ് ബോൾ എറിയുന്ന ഓവറിൽ പോലും വളരെ കൂളായിട്ട് ബൗൾ ചെയ്യുന്നവരോട്, ആരാണോ ബൗൾ ചെയ്യുന്നത് അവരോട് വളരെ കൂളായി ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ, സമ്മർദ്ദത്തിന് അടിപ്പെടാത്ത ധോണിയുടെ അതേ ഒരു ശൈലി ആണോ സഞ്ജുവിന് ഉള്ളത്? അത് തന്നെയല്ലേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്? അത് ഒരു പരിധിവരെ അംഗീകരിക്കണം. പക്ഷേ നമ്മൾ ഇക്കാര്യത്തിൽ സഞ്ജു വി സാംസൺ അമ്പയെ പരാജയപ്പെട്ടു പോയ ന്യൂസിലാൻഡ് പര്യടനത്തോട് നമുക്കിപ്പോൾ നന്ദി പറയണം. കാര്യം ന്യൂസിലാൻഡ് ഇന്ത്യയിൽ കളിക്കാൻ വന്നപ്പോൾ 5 മത്സരങ്ങളുടെ പരമ്പരയിൽ 2020 ലോകകപ്പിൽ തൊട്ട് മുമ്പ് സഞ്ജു സാംസൺ അമ്പയെ പരാജയപ്പെട്ടു. പക്ഷെ അതിനുശേഷം സഞ്ജു തൻ്റെ കളി ശൈലിയിൽ വരുത്തിയ മാറ്റം, പണ്ട് സഞ്ജു ക്രീസിൽ വരിക, കിട്ടുന്ന പന്തിൽ ആദ്യത്തെ പന്തെങ്കിൽ ആദ്യത്തെ പന്ത് അത് 6 അടിക്കുക 4 അടിക്കുക എന്നൊരു ആറ്റിറ്റ്യൂഡിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതെ, അത് ഒന്നെങ്കിൽ കളിക്കുക അല്ലെങ്കിൽ പോവുക, ആ ഒരു ആറ്റിറ്റ്യൂഡ്. അതെ, എനിക്ക് തോന്നുന്നു 2020
അത് ഒരു പരിധിവരെ അത് ആവശ്യവുമാണ്. പക്ഷേ സഞ്ജുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കരിയർ വരെ അപകടപ്പെടുത്തുന്ന തരത്തിലേക്ക് ആ ഒരു സമീപനം പോയ ഒരു ഘട്ടത്തിലാണ്. ന്യൂസിലാൻഡിലെ ഗെയിം. അതെ അതെ, അത് ഇതിനു മുമ്പ് അങ്ങനെയൊക്കെ തന്നെയാണ് സഞ്ജു ചെയ്തുകൊണ്ടിരുന്നത്. അതെ. അപ്പോൾ അതിനുശേഷം കിട്ടിയ അവസരങ്ങളെല്ലാം തന്നെ തൻ്റെ വിക്കറ്റിൻ്റെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കളിക്കുന്ന ഒരു സഞ്ജുവിനെ നമ്മൾ കണ്ടു. അത് അദ്ദേഹത്തിൻ്റെ ഒരു പക്വതയും പാകതയും വന്നു എന്ന് കുറേ കൂടി ഉച്ചത്തിൽ പറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പോരാതെ ഇപ്പോൾ IPL സീസണിലും അതിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷനെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. അതായത് പ്രേം പറയുമ്പോഴേ അദ്ദേഹം ഈ ന്യൂസിലാൻഡിനെതിരെ കളിച്ചു എന്ന് പറയുമ്പോൾ ഈ ന്യൂസിലൻഡുകാരനായ മുൻ സ്റ്റീഫൻ ഫ്ലെമിംഗ് എന്ന് പറയുന്ന കളിക്കാരനാണ് ഇപ്പോൾ ഈ ചെന്നൈയുടെ കോച്ച്. അതെ, അതുകൂടെ നമ്മൾ പറയണം. ഈ സ്റ്റീഫൻ ഫ്ലെമിംഗ് ചെന്നൈയുടെ കളിക്കാരനായി അദ്ദേഹം കളിക്കുമ്പോൾ 2 കളികളിൽ അദ്ദേഹത്തിൻ്റെ ഫോം പോയ അവസരത്തിൽ ചെന്നൈ ആരാധകർ അദ്ദേഹത്തിനെ ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഒന്ന് നിങ്ങൾ കളിക്കണം എന്ന് പറയുമ്പോൾ ഫ്ലെമിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ ഒപ്പം കൂടെ നിന്നത്. സ്റ്റീഫൻ ഫ്ലെമിംഗ് അല്ലേ? അതുകൂടെ നമ്മളിവിടെ പറയണ്ടേ. ചെന്നൈ മാനേജ്മെന്റ് ഇപ്പോൾ വാസ്തവത്തിൽ സഞ്ജുവിനോട് കടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കാര്യം അവർ സീസണിൽ വളരെ പിന്നോക്കം പോയ ഒരു സമയമുണ്ട്. അപ്പോൾ സഞ്ജു ആണ് ആ ടീമിനെ ചുമലിലേറ്റിക്കൊണ്ട് ഇപ്പോൾ 5 മത്സരങ്ങൾ ഇപ്പോൾ വിജയിച്ചു കഴിഞ്ഞു. എന്താ പോയിന്റ് ടേബിളിൽ 5-ാമതോ മറ്റോ ആണെന്ന് തോന്നുന്നു ഇപ്പോൾ നിലവിൽ. അപ്പോൾ ആ ഒരു അവസ്ഥയിലെത്തി. ഇനിയിപ്പോൾ സഞ്ജുവിൻ്റെ ഒരു കടമ്പ എന്നുള്ളത് ഒരേ സമയം 2 കളിക്കാരെ ടീം മാനേജ്മെൻറ്റ് ക്യാപ്റ്റൻസിയിലേക്ക് പരിഗണിക്കുന്നു. ഒന്ന് പാതി മലയാളി കൂടിയായ ശ്രേയസ് അയ്യറാണ്. പക്ഷേ ശ്രേയസ് അയ്യറിനൊരു കുഴപ്പം, അദ്ദേഹം സജീവമായിട്ട് ഇന്ത്യൻ ടീമിൽ ഇല്ല എന്നുള്ളതാണ്. സഞ്ജു സാംസൺ എന്ന് പറയുന്ന 2020-ൽ ഇപ്പോൾ സ്ഥിരം മെമ്പറാണ്. ശ്രേയസ് അയ്യർ അതല്ല. ശ്രേയസ് അയ്യരെ സംബന്ധിച്ച് പറയുമ്പോഴേ അദ്ദേഹത്തിന് പരിക്കൊരു വിഷയമായിരുന്നു. അതെ, പരിക്ക് ഒരു വിഷയമാണെങ്കിൽ അദ്ദേഹം ഈ പറയുന്നത് പോലെ ബുംറയെ പോലെ ഒരു സ്ഥിരം പരിക്കിൻ്റെ വേട്ടമൃഗമല്ല. അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ച ഒരു ബാറ്റ്സ്മാനൊക്കെ തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഇന്ത്യൻ ടീം സർക്യൂട്ടിൽ ഒരു സ്ഥിരം മെമ്പർ അല്ല. പക്ഷെ അതിനുള്ള അർഹതയും അതിനുള്ള ടാലൻറ്റും ഉള്ളൊരു കളിക്കാരൻ തന്നെ. പിന്നെ എന്ത് സാഹചര്യത്തിലാണ് അദ്ദേഹം ടീമിൻ്റെ സജീവ സാന്നിധ്യമാകാതിരുന്നത് എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. ഏതായാലും ഇതിൽ പരിശീലകനായ ഗൗതം ഗംഭീറിൻ്റെ നിലപാട് വളരെ നിർണായകമാണ്. അദ്ദേഹം സഞ്ജുവിന് അനുകൂലമായ നിലപാടെടുത്തു. കാര്യം ലോകകപ്പ് നേടിത്തന്നൊരു കളിക്കാരൻ കൂടിയാണല്ലോ. ഒരു പക്ഷേ ഈ ലോകകപ്പിൽ ഇന്ത്യ പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ഗൗതം ഗംഭീറിൻ്റെ കരിയറിന് പോലും പരിശീലകൻ എന്ന കരിയറിന് പോലും ഒരു കാര്യം ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹവും നേരിട്ടിരുന്നു. ആ ടെസ്റ്റ് ഫോർമാറ്റിൽ ഇന്ത്യ അദ്ദേഹം വളരെ അഗ്രസീവായ ഒരു ബാറ്റ്സ്മാൻ ആയിരുന്നു. കാണുമ്പോൾ അല്ലെ നമ്മളൊക്കെ കളി ഇപ്പൊ ധോണി കപ്പ് നേടിയ ആ പിന്നെ ലോകകപ്പ് എന്ന് പറയുന്നത് അത് ഈ അദ്ദേഹത്തിന്റെ അഗ്രസീവ് ബാറ്റിംഗ്. അത് മാത്രമല്ല അദ്ദേഹം നല്ല അഗ്രസീവ് പ്ലെയർ ആണ്. പിന്നെ പ്രേം പറഞ്ഞു വെച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനം ചിലപ്പോൾ തെറിക്കാൻ സാധ്യതയുണ്ട്. പറഞ്ഞോളൂ. അപ്പോൾ ആ ടെസ്റ്റ് ഫോർമാറ്റിൽ ഇന്ത്യൻ ടീം അമ്പേ പരാജയപ്പെടുന്നു. ഏകദിന ഫോർമാറ്റിൽ അത്ര സുഖകരമല്ല കാര്യങ്ങൾ. ആകെ കൂടെ ഗൗതം ഗംഭീറിൻ്റെ പിടിവള്ളി 2020-ലാണ്. കാരണം സൂര്യകുമാർ യാദവിൻ്റെ ക്യാപ്റ്റൻസിയിലും ഗൗതം ഗംഭീറിൻ്റെ പരിശീലന മികവിലും ഒരു ടൂർണമെൻറ്റ് പോലും കഴിഞ്ഞ ലോകകപ്പ് വരെ പരാജയപ്പെട്ടിട്ടില്ല ഇന്ത്യ. അപ്പോൾ ആ ഒരു മെച്ചത്തിലാണ് ഗൗതം ഗംഭീർ നിന്നത്. അപ്പോൾ ലോകകപ്പ് നേടിക്കൊടുത്തു എന്നുള്ള ഒരു നന്ദിയും കടപ്പാടും ഒരു പക്ഷേ ഗൗതം ഗംഭീറിന് സഞ്ജുവിനോടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം സഞ്ജുവിൻ്റെ കാര്യത്തിൽ ഗൗതം ഗംഭീർ പ്രത്യേക താല്പര്യം എടുക്കുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല സഞ്ജുവിനെ നമ്മൾ കണ്ട ആ വെസ്റ്റ് ഇൻഡീസിനോടൊപ്പമുള്ള കളി, അതായത് നിർണായകമായിട്ടുള്ള കളികളിലെല്ലാം തന്നെ വളരെ ബാക്ക് സപ്പോർട്ടാണ് ഗൗതം ഗംഭീർ നൽകിയിരുന്നത്. ഉറപ്പായിട്ടും കാര്യം അതെല്ലാം മാറ്റി നിർത്തുക. ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ഇവിടെ പ്രസക്തമാണെന്ന് തോന്നുന്നു. കാര്യം മുൻപ് നമ്മൾ കണ്ട് പരിചയിച്ച സഞ്ജു സാംസൺ അല്ല ഇപ്പോൾ കളിക്കളത്തിലുള്ളത്. ഒരു നായകൻ എങ്ങനെയാണോ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ടീമിനെ വിജയിപ്പിക്കുന്നത് ആ ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കളി ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. അത് ഒരു പക്ഷേ ഒരു ക്യാപ്റ്റൻ മെറ്റീരിയലാണ് താൻ എന്ന് ഒരു ഉറക്കെ വിളിച്ചു പറയൽ കൂടിയാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയണം. ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് നമുക്ക് കിട്ടുന്ന സൂചനകൾ പ്രകാരം വലിയ താമസമില്ലാണ്ട് സഞ്ജു സാംസണെ അവരുടെ ക്യാപ്റ്റനായിട്ട് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അതെ, ഋതുരാജ് ഗെയ്ക്വാദിനെ മാറ്റുക എന്നുള്ളതല്ല, അദ്ദേഹം ഫോമിൻ്റെ പ്രശ്നമുണ്ട്. അദ്ദേഹം ടീമിൽ തുടരുമ്പോൾ തന്നെയും സഞ്ജു സാംസണെ ക്യാപ്റ്റനാക്കാനുള്ള സാധ്യത, ഈ സീസണിൽ തന്നെ ക്യാപ്റ്റനാക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഒരു പക്ഷേ നേരത്തെ ചില സൂചനകൾ വന്നിരുന്നു ഈ സീസണിൽ തന്നെ തുടക്കം മുതൽ തന്നെ സഞ്ജു ആ ടീമിൻ്റെ ക്യാപ്റ്റൻ ആയേക്കും എന്ന്. പക്ഷേ അദ്ദേഹം ഈ സീസണിൽ ടീമിൽ ഭാഗമായ തുടക്കക്കാരനാണ്. അപ്പോൾ സഹതാരങ്ങളോടൊപ്പം ഒന്ന് ജെല്ലായി വരാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് തുടക്കത്തിലെ അദ്ദേഹത്തെ ക്യാപ്റ്റൻസി ഏൽപ്പിക്കുന്ന അത്ര ബുദ്ധിമല്ല തന്നെയാണ് സ്റ്റീഫൻ ഫ്ലെമിംഗ് പറഞ്ഞത്. അതെ, അത്ര തുടക്കത്തിലെ ക്യാപ്റ്റൻ ആക്കുന്ന അത്ര ബുദ്ധിപരമായിരിക്കില്ല എന്ന നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്ന് പിന്നോട്ട് പോയത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കേളി ശൈലിയും മികവും ഒക്കെ കാണുമ്പോൾ വലിയ താമസമില്ലാണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ക്യാപ്റ്റനായിട്ട് സഞ്ജു സാംസൺ വരും. അതിനോട് തുടർച്ചയായിട്ട് ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻസിയും വരും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി പറയണം, അത് ഒരു 2020 ഫോർമാറ്റിലേക്ക് മാത്രം ഒതുങ്ങാനുള്ള സാധ്യതയില്ല. നിലവിലെ സൂചനകൾ പ്രകാരം സഞ്ജുവിനെ സംബന്ധിച്ച്
2027 ഏകദിന ലോകകപ്പിന് വേണ്ടിയിട്ടുള്ള സാധ്യതാ ലിസ്റ്റിൽ സഞ്ജു വി സാംസന്റെ പേര് ഉണ്ട്. നേരത്തെ ഋഷഭ് പന്ത് ആയിരുന്നു, നമ്മുടെ KL രാഹുലാണ് ഒന്നാം വിക്കറ്റ് കീപ്പറെങ്കിൽ രണ്ടാം വിക്കറ്റ് കീപ്പർ ആയിട്ട് സഞ്ജു വി സാംസന്റെ പേര് ഇപ്പോൾ സജീവമായി പരിഗണനയിലുണ്ട്. ഒരു കാര്യം നമ്മൾ പറയേണ്ടി വരും, രാഹുൽ അടിസ്ഥാനപരമായി ഒരു ബാറ്റ്സ്മാൻ ആണ്. നമ്മൾ മുൻപ് നമ്മളെ രാഹുൽ ദ്രാവിഡിനെ വിക്കറ്റ് കീപ്പർ ആക്കിയത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലേ. മറ്റൊരു വിക്കറ്റ് കീപ്പറെ കിട്ടാതെ വന്നപ്പോഴാണ് രാഹുൽ ദ്രാവിഡ് എന്ന് അത് അടിവരയിട്ട് പറയണം. കാര്യം രാഹുൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു പാർട്ട് ടൈം വിക്കറ്റ് കീപ്പർ ആയിരുന്നു. പക്ഷേ രാഹുൽ ബുദ്ധിപരമായി നീങ്ങി. ടീമിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കണമെങ്കിൽ തന്റെ വിക്കറ്റ് കീപ്പിംഗ് മികവ് കുറെ കൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി അദ്ദേഹം IPL തലത്തിൽ ഒരാവശ്യവുമില്ലാതെ അദ്ദേഹം തന്നെ നല്ലൊരു ബാറ്ററാണ്. അദ്ദേഹം വിക്കറ്റ് കീപ്പിംഗ് ചുമതല ഏറ്റെടുക്കുന്നു. അങ്ങനെ ക്രമേണ മെച്ചപ്പെടുത്തി ഇപ്പോൾ ആശ്രയിക്കാവുന്ന ഒരു വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ അദ്ദേഹം വളർന്നിട്ടുണ്ട്, തീർച്ചയായിട്ടും പറയണം. പക്ഷേ അദ്ദേഹത്തിന് വിക്കറ്റിന് പിന്നിൽ പിഴവുകൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ തീർച്ചയായിട്ടും സഞ്ജുവിൻ്റെ സാധ്യതയുണ്ട്. പക്ഷേ KL രാഹുലിന്റെ ട്രാക്ക് റെക്കോർഡ് അവിടെ നിർണായകമാണ്. അദ്ദേഹം 5ാം നമ്പറിൽ ഇന്ത്യക്ക് വിശ്വസിക്കാവുന്ന ഒരു ബാറ്ററാണ്. അത് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ സഞ്ജുവിനെ ഏകദിനത്തിൽ തീർച്ചയായിട്ടും ഒരു ഓപ്പണറായിട്ടോ വൺ ഡൗൺ പൊസിഷനിലോ ആയിട്ടായിരിക്കും പരിഗണിക്കുക. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിലവിൽ നമ്മുടെ ഓപ്പണർ റോളിലുള്ള രോഹിത് ശർമ്മ, അദ്ദേഹം 37 വയസ്സ് പിന്നിട്ട ഒരു കളിക്കാരനാണ്. അദ്ദേഹത്തിന് ഈ ലോകകപ്പ് വരെ 2027 ലോകകപ്പ് വരെ അദ്ദേഹത്തിൻ്റെ പഴയ മികവിനോട് നീതി പുലർത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഈ ലോകകപ്പിന് മുന്നോടിയായി നിരവധി ഏകദിന മത്സര പരമ്പരകൾ ഇന്ത്യക്ക് കളിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിലെല്ലാം രോഹിത് ശർമ്മയുടെ പ്രകടനം നിർണായകമാണ്. അദ്ദേഹത്തിൻ്റെ ഫോമിൽ തുടരുന്ന പക്ഷം ഒരു പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ചെറുതായിട്ട് ഫോമിലേക്ക് തിരിച്ചു വരുന്നു. അതെ, പക്ഷെ പരിക്കൊക്കെ പ്രശ്നമാണ്. പ്രായം ഇത്രയൊക്കെ ആയില്ല, പരിക്കും മറ്റു ഘടകങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും രോഹിത് ശർമ്മയുടെ ഫോം ഒരു നിർണായക ഘട്ടമാണ്. അദ്ദേഹത്തിൻ്റെ ഫോമിൽ പിന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ ഈ സഞ്ജു വി സാംസൺ ഇന്ത്യയുടെ ഏകദിന ലോകകപ്പ് ടീമിൽ വെറും ഒരു റിസർവ് വിക്കറ്റ് കീപ്പർ ആയിരിക്കില്ല, ഇന്ത്യയുടെ ഓപ്പണർ തന്നെ ആകും എന്നുള്ളതും നമ്മൾ അടിവരയിട്ട് പറയണം. ഏതായാലും സഞ്ജുവിന് പ്രേമം നമ്മൾ ഒരു കാര്യം കൂടി ഇതിൽ ആഡ് ചെയ്യണം. കാര്യം ധോണിയെ പോലെ തന്നെ വളരെ ശാന്തനായി ടീമിനെ നയിക്കുന്ന ഒരു മികവ് സഞ്ജുവിനുണ്ട്. കാര്യം ഈ ഡെഡ് ബോൾ എറിയുന്ന ആ ഒരു സന്ദർഭത്തിൽ, അതായത് ടീമിന് വളരെ സമ്മർദ്ദമുള്ള സന്ദർഭത്തിൽ വിക്കറ്റിന് പിറകിൽ ഒരു വിക്കറ്റ് കീപ്പർ എന്ന രീതിയിൽ ബൗളേഴ്സിന് ഏറ്റവും കൂടുതൽ ഒരു വളരെ നല്ലൊരു സപ്പോർട്ട് കൊടുക്കുന്ന, അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ രാജസ്ഥാൻ വേണ്ടി അദ്ദേഹം കളിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രേം പറഞ്ഞിടത്തേക്ക് നമ്മൾ എത്തുന്നു. 2020 ക്യാപ്റ്റനാകാൻ, 2020 ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായി വരാൻ ഏറ്റവും അർഹതയുള്ള ആള് ഈ പറയുന്ന പോലെ സഞ്ജു തന്നെയാണ്, അല്ലേ? അങ്ങനെ തന്നെ ഉറപ്പിക്കാം. അത് ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കുന്നത്, ഇന്ത്യൻ ടീമിൻ്റെ 2020 ക്യാപ്റ്റനായിട്ട് സഞ്ജു വരികയാണെങ്കിൽ ആ വരവ് വെറുതെ ആകില്ല, വലിയ താമസമില്ലാണ്ട്. കാര്യം ശുഭമാൻ ഗില്ലിന്റെ കാര്യപ്രാപ്തിയിൽ വലിയ സംശയവും ആക്ഷേപവും പല കോണുകളിൽ നിന്ന് ഉയർന്നു. അതെ, അതുകൊണ്ട് തന്നെ 2020 ഏകദിനത്തിലും ഒരേ ക്യാപ്റ്റൻസി വേണം എന്ന നിലയിൽ ഒരു പക്ഷേ ടെസ്റ്റിൽ ശുഭമാൻ ഗില്ലിനെ തന്നെ തുടരാൻ സാധ്യതയുണ്ട്. ഏകദിനം, അതായത് ലിമിറ്റഡ് ഓവർ ഫോർമാറ്റിൽ ഒരു ക്യാപ്റ്റൻ തന്നെ മതി എന്ന് പറയുകയാണെങ്കിൽ സഞ്ജുവിനെ 2020 മാത്രമാക്കി ഒതുക്കാൻ സാധ്യത കുറവാണ്. അദ്ദേഹത്തിന് ഏകദിന ക്യാപ്റ്റൻസിയും അല്ലെങ്കിൽ ഏകദിന മെമ്പർഷിപ്പും ഏകദിന ടീമിലെ കുറഞ്ഞ പക്ഷേ അത്രയെങ്കിലും ഉറപ്പിക്കാമെന്ന രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. ഏതായാലും നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കുക. സഞ്ജുവിൻ്റെ സമയം തെളിഞ്ഞു നിൽക്കുന്ന സമയം കൂടിയാണ്. അത് പരമാവധി പ്രയോജനപ്പെടാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്യട്ടെ.